ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ പർദ്ദയാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള മോഡലാണിത്. ഇതിൽ സ്ലീവിന് ഫ്രില്ല് വെച്ചിട്ട് നല്ല വീതിക്ക് കഫ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അതിന് പുറമെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ സൈഡ് ഫ്രില്ല്. നോർമലി നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്തിട്ടാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് യോക്ക് പീസൊന്നും കട്ട് ചെയ്യാതെ സൈഡിൽ മാത്രം ഫ്രില്ല് വെച്ചിട്ട് ഒരു പുതിയ ടെക്നിക്കിൽ ചെയ്തെടുത്തതാണ്. അതുകൂടാതെ ഇതിൻ്റെ നെക്കും ഫ്രില്ലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഞെറിവിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. അതിനൊക്കെ പുറമെ ഇത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പൺ രീതിയിലാണ്. എന്നിട്ട് ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ബട്ടൺ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. താഴ്വശത്ത് ഞാൻ ഇതുപോലെ കുറച്ച് ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പർദ്ദയുടെ മൊത്തം ഒരു രൂപം വരുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക, കട്ട് ചെയ്യുക എന്നൊക്കെ വിശദമായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഞാനിവിടെ അതിന് ഒരു കോട്ടൺ ടൈപ്പ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പർദ്ദ സ്റ്റിച്ച് ചെയ്യാനുള്ള 60 ഇഞ്ച് വീതിക്കുള്ള ക്ലോത്ത് തന്നെയാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഫോൾഡ് ചെയ്യണത്രേ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ ഇറക്കം അളന്ന് നോക്കാം. നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പടക്കാണ് എടുക്കേണ്ടത്. എനിക്ക് 58 ഇഞ്ചാണ് വേണ്ടത്. അത് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് മാത്രമാണ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ മടക്ക് വരുന്ന ഭാഗമില്ലേ, നമ്മുടെ ഫ്രണ്ടിൽ ആ സൈഡിൽ മടക്ക് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫ്രണ്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ ഫ്രീ ഹാൻഡായി ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കൊരു 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും 1 ഇഞ്ചായിരിക്കണം. മടക്ക് വരുന്ന ഭാഗത്താണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറമാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. എന്നിട്ട് ആ 1 ഇഞ്ച് വിട്ട ആ ഭാഗത്ത് നിന്നും ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് ഇതുപോലെ താഴ്വശം വരെ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ബാക്ക് പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടലി മറ്റേ സൈഡിൽ 4 പീസായി അല്ലേ. ക്ലോത്ത് ഒരേ അളവിലായിരിക്കണം മറ്റേ സൈഡ് വരുന്നത്. ആ മടക്ക് വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കിനി ഇവിടുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അളവുകൾ മാർക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫ്രണ്ട് പീസ് മുതൽ മാർക്ക് ചെയ്യാൻ പാടില്ല. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ബാക്ക് പീസ് വെച്ചത്. ആ ബാക്ക് പീസ് വെച്ച പോയിന്റ് മുതലായിരിക്കണം നമ്മൾ നെക്ക്, ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് പീസിൻ്റെ നെക്ക് ഷോൾഡറും ചെറുതാവുകയും ഫ്രണ്ട് പീസിൻ്റെത് വലുതായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിവിടെ ഷോൾഡർ 8 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് പീസിൻ്റെ ആ പോയിന്റ് മുതലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും പറയുന്നത് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പർദ്ദയാണ്, ഹൈനെക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നെക്കിൻ്റെ വീതി 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ചാണ് ബാക്ക് നെക്കിന് ഇറക്കം വരുന്നത്. നമ്മൾ കോളർ നെക്ക് പോലെ ചെയ്യുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് മാത്രം എടുത്തത് കേട്ടോ. ഇപ്പോൾ 1 ഇഞ്ച് എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കൈക്കുഴിയാണ്. കൈക്കുഴി എനിക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ അളവുകൾ വേണ്ടത് അതൊക്കെ അതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവെടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇതിന് മുന്നേ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒത്തിരി ലെങ്ത് ആവുന്നത് കൊണ്ടാണ് അളവുകൾ എടുക്കാതെ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത്. എനിക്ക് 11 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. 11 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടേണ്ട അളവാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാൻ ഇവിടെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ആം ഹോൾ കേവ് എടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ടും ചെയ്താൽ മതി. ആം ഹോൾ കേവ് ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റ് ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. 30 രൂപ എങ്ങാനുമാണ് ഈ ആം ഹോൾ കേവിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്. 13 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. 13, 13.5 ഇഞ്ച്, 14 വരെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ 13 ഇഞ്ചിൽ എനിക്ക് 10 ഇഞ്ചാണ് വീതി വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ട അളവാണ്. 11 ഇഞ്ച് തയ്യൽ തുമ്പാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് യോക്ക് പീസിൻ്റെ ഒരളവെടുക്കണം. 14 ഇഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 16 ഇഞ്ചാണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ടോട്ടൽ 16.5 ഇഞ്ചാണ് വരുന്നത്. ഈ 16.5 ഇഞ്ച് ഞാനിവിടെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് കറക്റ്റായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈനാക്കി എടുക്കണം. നല്ല കട്ടിയിൽ തന്നെ വരച്ചോളൂ കേട്ടോ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെയുള്ള വീതി എടുക്കാം. എനിക്ക് 11 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 11 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ട അളവാണ്. 12 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വിട്ടതും കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റുകളൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള 2 പോയിൻറ്റും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഇല്ലേ, ആ ഒരു പോയിൻറ്റിൻ്റെ നേർപകുതി കണ്ടുപിടിക്കണം. അതായത് 11 ഇഞ്ചാണ് എനിക്കിവിടെ ഉള്ളത്. അതിൻ്റെ പകുതി 5.5 ഇഞ്ച് അത് കറക്റ്റായിട്ട് നമുക്ക് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു 5.5 ഇഞ്ചിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രില്ലിടാൻ എക്സ്ട്രാ ക്ലോത്ത് ആവശ്യമാണ്. അത് ഞാൻ ഇവിടം മുതലാണ് എടുത്തു തുടങ്ങുന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റ് മുതൽ ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത്. 8 ഇഞ്ചാണ് ഞാൻ ഫ്രില്ലിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 11 ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അത്രയും ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് തന്നെ എടുക്കാം. എനിക്ക് ഒത്തിരി ഫ്രില്ല് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് എടുത്തത്. നമ്മുടെ ആ ഒരു വശത്ത് എത്രയാണോ വീതി വരുന്നത് അതേ വീതി തന്നെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അത്രയും ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ, എനിക്കത്ര വേണ്ടാന്നുള്ളത് കൊണ്ടാണ് ഞാൻ 8 ഇഞ്ച് മാത്രം എടുത്തത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാക്ക് നെക്ക് മാത്രമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പീസ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് നമുക്ക് പിന്നീട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പോയിൻറ്റും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നോർമലി കട്ട് ചെയ്യുന്നത് പോലെ ജസ്റ്റ് അങ്ങ് കട്ട് ചെയ്തങ്ങ് പോകാൻ പാടില്ല. നമ്മൾ ആ 16.5 ഇഞ്ചിൻ്റെ ലൈൻ വരച്ചില്ല, അവിടം വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. കറക്റ്റ് അവിടെ വെച്ചിട്ട് നമ്മുടെ കട്ടിങ് നിർത്തുക. കണ്ടോ, ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ടിങ് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റിൽ നിന്നും നേരെ ഫ്രില്ലിടേണ്ട ആ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഇല്ലേ, അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, കറക്റ്റ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകുക വീഡിയോ കാണുമ്പോഴാണ്. അപ്പോൾ കണ്ടോ, ഇപ്പം നമ്മളിത് പുറത്തോട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മാറ്റി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്, നമ്മളിപ്പോൾ 11 ഇഞ്ചിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഈ 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം വരെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റിച്ചിങ് തുമ്പ് മുതൽ ആ ഒരു സെൻറ്റർ പോയിൻ്റ് വരെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോയിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറും. അപ്പോൾ നിങ്ങളത് വീഡിയോ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ആ സ്റ്റിച്ചിങ് പോയിൻ്റ് മുതൽ നമ്മുടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് കറക്റ്റ് എത്തുന്നത് വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ്, അതായത് നമ്മുടെ ആ ഒരു അളവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെ കട്ട് ചെയ്തെടുത്തു. ഇനി എക്സ്ട്രാ വരുന്ന ഈ ഒരു ക്ലോത്തില്ലേ, അത് നമ്മളിതാ ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അതുപോലെ 16.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് ബാക്കി വരുന്നത് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി കൈക്കുഴിയുടെ അടുത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അളവ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ ഒരു മാർക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബാക്ക് പീസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ 3 ഇഞ്ചാണ് വീതി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ബാക്ക് നെക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇറക്കവും 3 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഹൈ നെക്കിൻ്റെ ആ ഒരു അളവ് തന്നെയാണ് ചെയ്യുന്നത്. നെക്ക് ഫ്രില്ലിട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തില്ല, ആ പോയിൻ്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു 1 ഇഞ്ച് നമ്മൾ ഫോൾഡ് ചെയ്യും. 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് അളവ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ മടക്ക് വരുന്ന ഭാഗം കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. താഴ്വശം വരെ ഓപ്പൺ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ സെൻറ്ററിൽ വെച്ച് ഓപ്പൺ ആക്കിയിട്ട് 2 പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ കൊടുത്ത ഭാഗമില്ലേ കട്ട് ചെയ്തിട്ട്, അവിടെ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് കേട്ടോ, മൊത്തത്തിൽ വലിയ ഫ്രില്ല് എടുക്കണ്ട. അതുപോലെ തീരെ കുഞ്ഞു ഫ്രില്ലും വേണ്ട കേട്ടോ. ഇതുപോലെ ഒരു മീഡിയം ലെവലിൽ വരുന്ന ഫ്രില്ലാണ് നമുക്ക് എടുക്കേണ്ടത്. അതാണ് ആ ഒരു ഭാഗത്ത് കാണാനും ഭംഗിയുണ്ടാവുക. കറക്റ്റായിട്ട് നമ്മുടെ മുകൾ വശത്തെ ആ ഒരു പീസിൻ്റെ കറക്റ്റ് വരുന്ന വിധം വരെ നമ്മൾ ഫ്രില്ല് എടുത്തിട്ട് സെപ്പറേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുകളിലെ പീസുമായിട്ട് ജോയിൻ്റ് ചെയ്യുന്നില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ വേറെ തന്നെ അത് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫ്രില്ലൊക്കെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. വേറൊരു ജോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് അയൺ ചെയ്താൽ എപ്പോഴും ആ ഫ്രില്ല് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രില്ല് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അല്ലേ. കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഫ്രില്ലിട്ടിട്ട് വരുമ്പോൾ മുകളിലെ പീസുമായിട്ട് കറക്റ്റ് അളവാക്കാൻ ശ്രദ്ധിക്കണം. കൂടാനോ കുറയാനോ പാടില്ല, രണ്ടും കറക്റ്റ് അളവായിരിക്കണം. അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീതി കുറയും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി അതിന് ശേഷം ഞാനിവിടെ ഒരു പീസ് പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളം നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിംഗ് കറക്റ്റ് കവർ ചെയ്യുന്ന വിധത്തിലുള്ള നീളമാണ് വേണ്ടത്. നീളം കുറച്ച് എക്സ്ട്രാ ആയാലും കുഴപ്പമില്ല, നമുക്കത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻവാസിനെ ഒരു ക്ലോത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് 4 സൈഡിലും ഒരു 1/2 ഇഞ്ച് വരുന്ന വിധം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ എക്സ്ട്രാ എടുത്ത 1/2 ഇഞ്ച് നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മളിത് ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഇപ്പോഴും സ്റ്റിച്ച് ചെയ്താൽ 1-2 സ്റ്റിച്ചിങ് ആയിട്ട് അതൊരു ബോറായിരിക്കും. അപ്പോൾ ഇത് 4 സൈഡും ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ക്യാൻവാസിൻ്റെ പീസ് ഈ ഒരു ഫ്രില്ലിട്ട ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അയൺ ചെയ്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ആ കട്ട് ചെയ്ത ഭാഗമില്ല, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുന്നോട്ടേക്ക് വെച്ചിട്ട് വേണം ഈ ഒരു ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മുകളിലും സൈഡിലും അതുപോലെ താഴ്വശത്തുമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിറകുവശം നിങ്ങൾക്ക് കാണാം, ഇതാ കറക്റ്റ് ഇതുപോലെ തന്നെ വരണം കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിങ് പോയിന്റിൽ ഏറ്റക്കുറച്ചിൽ വരാൻ പാടില്ല, കറക്റ്റായിട്ട് ഉണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇറക്കത്തെ അത് പ്രകടമായി ബാധിക്കും കേട്ടോ. ഇതേപോലെ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ ഫ്രില്ലിട്ടെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗമില്ലേ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തത്, അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ആദ്യം ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ 2 വശവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശം ഒരുപോലെ വരുന്ന വിധം വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഷോൾഡർ ജോയിൻ്റ് ചെയ്ത പോയിന്റിലൂടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവാണ് കാണേണ്ടത്. സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിൽ ഇവിടെ കാണുന്ന ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ കിട്ടും നിങ്ങൾക്ക്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല വശം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും സെൻറ്ററിലേക്ക് വന്നിട്ട് അവിടുന്ന് മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. സ്ലീവും ബോഡിയും ഉൾപ്പെടെ നമുക്ക് താഴ്വശം വരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഫ്രില്ലിട്ട ഭാഗമൊക്കെ കറക്റ്റ് പോയിന്റ് വരാൻ ശ്രദ്ധിക്കണം. ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭംഗി പോകും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ നീറ്റായിട്ട് നമുക്ക് ആ സൈഡൊന്ന് താഴ്വശം വരെ ജോയിൻ്റ് ചെയ്തെടുക്കാം. 2 സൈഡും നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ വേരിയേഷൻ ഒന്നും വരാൻ പാടില്ല. ഇനി നമുക്ക് താഴ്വശം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നെക്കാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം ഞാനൊരു 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. സെൻറ്ററിൽ ഫോൾഡ് ചെയ്യുമ്പോൾ അതൊരു 1.5 ഇഞ്ചോളം വരും കേട്ടോ. നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിതിൻ്റെ സൈഡൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 1 ഇഞ്ചോ 2 ഇഞ്ചോ വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോരോ ഫ്രില്ലായിട്ട് എടുക്കാം. നന്നായിട്ട് ഫ്രില്ലിട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ഫ്രില്ല് വേണ്ടെങ്കിൽ കുറച്ചിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഫ്രില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മുടെ നെക്കിൻ്റെ നല്ല വശം കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മൂവ് ചെയ്തിട്ട് ഈ ഒരു നെക്കിൻ്റെ എൻഡ് വരുന്നവരെ ഫ്രില്ല് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കറക്റ്റ് ഇവിടം വരെ വരാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് മോശം വശത്തേക്ക് തിരിച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഫ്രില്ല് അവിടെ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എക്സ്ട്രാ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തതല്ല. ഇത് നമുക്കൊരു റോളായിട്ട് വാങ്ങാൻ കിട്ടും. ഇതുപോലെ റോളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇങ്ങനെ റോള് വേണ്ടാന്നുണ്ടെങ്കിൽ എത്ര മീറ്റർ ആണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാനും കിട്ടും കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 1.5 ഇഞ്ചാണ് വീതി വരുന്നത്. നീളം ഞാൻ പർദ്ദയുടെ മുഴുവൻ ഇറക്കത്തിലും എടുക്കുന്നില്ല. ഒരു 35-35.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. താഴ്വശം വരെ അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാൻ ക്ലോത്ത് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ആ ഭാഗം ഞാൻ ഓവർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് അത് ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സൈഡ് മാത്രമാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ക്യാൻവാസ് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡ് വശം ഞാനൊന്ന് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിൽ നന്നായി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഈ സ്റ്റിച്ച് ചെയ്ത പീസിനെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് നമുക്കത് കറക്റ്റായിട്ട് ആ ഫ്രണ്ട് പീസിൻ്റെ സൈഡിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പീസ് വെച്ച ഭാഗത്ത് നമുക്കിതുപോലെ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കാം. പ്രസ് ബട്ടൺ നമുക്കിപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഇതുപോലെ വെച്ച് നമുക്ക് താഴ്വശം വരെ തുന്നി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതുപോലെ ഷോ ബട്ടണും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം.
ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഫ്രില്ല്. എവിടെയൊക്കെ ഫ്രില്ല് ഇടാൻ പറ്റുമോ അവിടെയൊക്കെ ഫ്രില്ലാണ് ഇപ്പോഴത്തെ മോഡൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി പെട്ടെന്ന് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.